ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് പഴം 3 പഴം എടുത്തിട്ടുണ്ട്, മൈദപ്പൊടിയാണ്, പിന്നെ ആവശ്യമായിട്ടുള്ള കടലപ്പൊടി, പിന്നെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ള സാൾട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, അത് ഓപ്ഷണലാണ്. ഇനി എഗ്ഗും കൂടി പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു വിസ്കോ ബീറ്ററോ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം ലൂസും ആവേണ്ട, തിക്കും ആവേണ്ട, ആ കൺസിസ്റ്റൻസി ആയിരിക്കണം. നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ വെള്ളം ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കൊരു ഉരുളി എടുക്കാം. എന്തിലാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് മൈദ മാവിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടാം. നല്ല തിളച്ച എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇതിപ്പോൾ പഴംപൊരി പൊങ്ങി വന്നിട്ടില്ല. കാരണം പൊങ്ങി വരാത്തത് ഞാൻ മൈദ മാവ് ഉണ്ടാക്കിയ സമയത്ത് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഉണ്ടാക്കുന്ന സമയത്ത് മൈദ മാവ് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ പഴംപൊരി നന്നായിട്ട് പൊങ്ങി വരും. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.